എല്ലാ കാര്യങ്ങളും കോടതിയിൽ ബോധിപ്പിച്ചതാണ്. രാംകുമാർ സാറായിരുന്നു ഞങ്ങളുടെ അഡ്വക്കേറ്റ്. നന്നായിട്ട് തന്നെ അദ്ദേഹം എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതി അംഗീകരിക്കാതിരുന്നതെന്ന് അറിയില്ല. ഇടയ്ക്ക് അഭിഭാഷകൻ കുടുംബം പറയാത്തൊരു കാര്യം ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. ആ അഭിഭാഷകൻ അങ്ങനെ ഞങ്ങളെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ആ അഭിഭാഷകനെ മാറ്റി രാംകുമാർ സാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇല്ല, ഞങ്ങൾ അന്ന് തന്നെ പിന്നെ വക്കാലത്ത് അനിയൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു അന്ന് തന്നെ വക്കാലത്ത് ഒഴിഞ്ഞ് ബാക്കി രാംകുമാർ സാറിനെ ഏൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് കോടതി എന്താ അങ്ങനെ അറിയില്ല. അതിനകത്ത് അറിയില്ല, ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതെ അതെ, ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചച്ഛൻ പ്രവീൺ ബാബുവിനെ പറ്റി ഓരോ അപവാദ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കൊച്ചച്ഛൻ ഞങ്ങളെ ചതിച്ചു, വഞ്ചിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇതൊന്നും കൊച്ചച്ഛനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. കുറച്ച് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളെപ്പോലെ തന്നെ കൊച്ചച്ഛനും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചച്ഛനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചച്ഛനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത്. അതുപോലെയായിരുന്നു അച്ഛനും കൊച്ചച്ഛനും തമ്മിലുള്ളൊരു ബോണ്ട്. അപ്പം ഈ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓടുന്നത് കൊച്ചച്ഛനാണ്. അപ്പം കൊച്ചച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൊച്ചച്ഛനെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും. പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊന്നും കൊച്ചച്ഛൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്, കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരാൾ, അവർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചച്ഛനെ കുറ്റപ്പെടുത്തുമ്പം അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക. CBI അന്വേഷണം വന്നെങ്കിലേ നീതി കിട്ടൂ എന്ന് തന്നെയാണോ? അതെ അതെ, CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല ഇപ്പോഴും? ഇല്ല, തൃപ്തിയില്ല. അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത്? പ്രധാന പ്രതികൾ എല്ലാവരും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അന്വേഷണം നടക്കുന്നില്ലല്ലോ. അതെ ഇല്ല, ആരും വന്നിട്ടില്ല. അന്വേഷണം നടക്കുന്നതേ ഇല്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത്. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ തളർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മളെ കൂടെ നിൽക്കുന്നവരെ തളർത്തി കഴിഞ്ഞാൽ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്, ശത്രുക്കളുടെ തന്ത്രമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ശത്രുപക്ഷത്ത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നുന്നു? അതൊന്നും അറിയില്ല, അതറിയില്ല. എം നവീൻ ബാബുവിന് ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രണ്ടാം തവണ ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ആദ്യഘട്ടത്തിൽ അപ്പീൽ 1 മാസം മുമ്പ് തള്ളിയിരുന്നു. ആദ്യഘട്ടത്തിൽ ആവശ്യം തള്ളിയിരുന്നു ഹൈക്കോടതി. അതിൽ അപ്പീൽ പോയി, അപ്പീലും തള്ളുകയാണ്. ഇപ്പോൾ മരണത്തിൽ CBI അന്വേഷണമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിക്കുകയായിരുന്നു. ഈ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. ഇത് അത്തരത്തിലൊരു പക്ഷേ നേർക്കുനേർ ആദ്യമായി പറയുകയാണെന്ന് തോന്നുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം. ഇപ്പോൾ അന്വേഷണം നടക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയത്. CBI വരുന്നതുകൊണ്ട് മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ. കേരള പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം.